നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇനി വരാനിരിക്കുന്ന ഡിഗ്രി പ്രിലിംസ് WCPO പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി PSC 2023 ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? ഇവിടെ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ A ആണ് ഉത്തരം. പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പരിവ്രാജക, അതായത് അലഞ്ഞു തിരിയുന്ന കാലത്ത് വിവേകാനന്ദനെ വേട്ടയാടിയ ഒരു ആശയം വേദാന്തം എങ്ങനെ പ്രായോഗികമാക്കാം എന്നതായിരുന്നു. ശരി. പാശ്ചാത്യ നാഗരികതയുടെ രൂപത്തിൽ ഇന്ത്യയിൽ വന്ന വെല്ലുവിളികളെ പൂർണ്ണമായി നേരിടാൻ റാം മോഹൻ റോയ് ഉണ്ടായിരുന്നു. കൂടാതെ ഒരു പുതിയ തത്വചിന്തയുടെ ആവശ്യകത ശക്തമായി തോന്നി. ഇന്ത്യയാണെങ്കിൽ യഥാർത്ഥ ആത്മീയ പൈതൃകം ത്യജിക്കാതെ പടിഞ്ഞാറ് നിന്ന് ഇറക്കുമതി ചെയ്ത ആധുനികതയെ സ്വാംശീകരിക്കുകയും ചെയ്തു. ശരിയായ പ്രസ്താവന. മൂന്നാമത്തെ പ്രസ്താവന, പ്രാർത്ഥനാ സമാജം അനുയായികൾ അവരുടെ ശ്രദ്ധ പ്രധാനമായും സാമൂഹിക പരിഷ്കരണത്തിനാണ് അർപ്പിച്ചത്. പരസ്പര വിവാഹം തമ്മിലുള്ള ബന്ധം, വിധവകളുടെ പുനർവിവാഹം, സ്ത്രീകളുടെയും അധസ്ഥിത വിഭാഗങ്ങളുടെയും പുരോഗതി. ശരി. നാലാമത്തെ പ്രസ്താവന, ഇന്ത്യയുടെ പുരാതന ആദർശങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പുനരുജ്ജീവനവും പുനരവലോകനവും മിക്ക പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ആനി ബസന്റ് വിശ്വസിച്ചു. അപ്പൊ ഇവിടെ 4 ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 1 സ്വാമി വിവേകാനന്ദൻ, 2 രാജാ റാം മോഹൻ റോയ്, 3 ഒരു സമാജം, ഒരു നവോത്ഥാന പ്രസ്ഥാനത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു, പ്രാർത്ഥനാ സമാജം, 4 ആനി ബസന്റ്. അപ്പൊ ഈ 4 ഫാക്റ്റുകളും 4 ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ 4 വസ്തുതകളുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റ് ആണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. അത് എപ്പോഴും PSC ചോദിക്കാറുള്ളതാണ്. ആ കോട്ട് ഇങ്ങനെയാണ്: മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഇത് ആരുടെ വാക്കുകൾ? സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ്. മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ആരുടെ വാക്കുകൾ? സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ. സ്വാമി വിവേകാനന്ദന്റെ ഗുരുവിന്റെ പേരെന്താ? ശ്രീ രാമകൃഷ്ണ പരമഹംസൻ. ശ്രീ രാമകൃഷ്ണ പരമഹംസനാണ് സ്വാമി വിവേകാനന്ദന്റെ ഗുരു. ചിക്കാഗോയിൽ വെച്ച് നടന്ന ലോകമത സമ്മേളനത്തിൽ വിവേകാനന്ദൻ പങ്കെടുത്തതെന്ന 1893. ഈ വർഷം എപ്പോഴും ചോദിക്കാറുണ്ട്. 1893 സെപ്റ്റംബർ 11 ചിക്കാഗോയിൽ വെച്ച് നടന്ന ലോകമത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്തത്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാരാണ്? സ്വാമി വിവേകാനന്ദനാണ്. വർഷം 1897. 1897 രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ചത്. ഇദ്ദേഹത്തിന്റെ ഗുരുവാണ് ശ്രീ രാമകൃഷ്ണ പരമഹംസർ. ശ്രീ രാമകൃഷ്ണ പരമഹംസർ. സ്വാമി വിവേകാനന്ദൻ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ച വർഷം ഏതാണ്? 1894. 1894 സ്വാമി വിവേകാനന്ദൻ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചത്. 1893 സെപ്റ്റംബർ 11 ചിക്കാഗോയിൽ വെച്ച് നടന്ന ലോകമത സമ്മേളനത്തിൽ വിവേകാനന്ദൻ പങ്കെടുത്തത്. ഈ ചിക്കാഗോയിലെ മതസമ്മേളനത്തിൽ വിവേകാനന്ദനോടൊപ്പം ഒരു മലയാളി പങ്കെടുത്തിരുന്നു. ആരായിരുന്നു അദ്ദേഹം? രാജാ രവിവർമ്മ. രാജാ രവിവർമ്മയാണ് ചിക്കാഗോയിൽ വെച്ച് നടന്ന മതസമ്മേളനത്തിൽ വിവേകാനന്ദനോടൊപ്പം പങ്കെടുത്ത മലയാളി. സ്വാമി വിവേകാനന്ദന്റെ ആദ്യ ശിഷ്യന്റെ പേരെന്താണ്? സ്വാമി വിവേകാനന്ദന്റെ ആദ്യ ശിഷ്യനാണ് ശരത് ചന്ദ്ര ഗുപ്തൻ. ശരത് ചന്ദ്ര ഗുപ്തൻ. ഡോക്ടർ പൽപുവിന് SNDP യോഗം സ്ഥാപിക്കാൻ മാർഗനിർദ്ദേശം നൽകിയതാര? സ്വാമി വിവേകാനന്ദനാണ്. ഡോക്ടർ പൽപുവിന് SNDP യോഗം, ഡോക്ടർ പൽപു പിന്നീട് ആർക്കുപദേശം നൽകിയ ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ചു. അപ്പൊ ഡോക്ടർ പൽപുവിന് SNDP യോഗം സ്ഥാപിക്കാൻ മാർഗനിർദ്ദേശം നൽകിയത് സ്വാമി വിവേകാനന്ദനാണ്. 1897 രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? ബേലൂർ. അപ്പൊ 1897 ബേലൂർ
ആസ്ഥാനമായി, ബേലൂർ എവിടെ? കൊൽക്കത്ത. ബേലൂർ ആസ്ഥാനമായി വിവേകാനന്ദൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ രാമകൃഷ്ണ മിഷനാണ്. ആധുനിക ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവെന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചതാരെയാണ്? സ്വാമി വിവേകാനന്ദനെയാണ്. അപ്പൊ രണ്ട് രീതിയിൽ ഈ ചോദ്യം ചോദിക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചതാരെ? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അല്ലെങ്കിൽ ആധുനിക ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവെന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? സ്വാമി വിവേകാനന്ദനെയാണ്. സ്വാമി വിവേകാനന്ദൻ. അടുത്ത രണ്ടാമത്തെ വ്യക്തി രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയുടെ ജന്മസ്ഥലം PSC ചോദിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ രാധാനഗർ. പശ്ചിമ ബംഗാളിലെ രാധാനഗറിലാണ് രാജാറാം മോഹൻ റോയ് ജനിച്ചത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ച വ്യക്തി ആര്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ. രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ച വർഷം ഏതാ? 1815. 1815 രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചത്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് എന്നാണ്? ബ്രഹ്മസമാജം സ്ഥാപിച്ചത് 1828. ഈ ബ്രഹ്മസമാജം ആദ്യകാലത്ത് ബ്രഹ്മസഭ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പിന്നീട് ബ്രഹ്മസമാജം എന്ന പേരിലേക്ക് വന്നത് 1830. 1830 ബ്രഹ്മസമാജം പിന്നീട് രണ്ടായി വേർപിരിഞ്ഞു. ആദി ബ്രഹ്മസമാജ് എന്നും ഭാരതീയ ബ്രഹ്മസമാജ് എന്നും. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. അതിഥി ദേവോ ഭവ എന്ന് ഓർത്താൽ മതി. അപ്പൊ ആദി ദേവോ എന്ന് കിട്ടും. ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ ടാഗോർ ആണെന്ന് ഓർക്കാം. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആരാ? കേശവ് ചന്ദ്ര സെൻ. കേശവ് ചന്ദ്ര സെൻ ആണ് ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത്. കേശവ് ചന്ദ്ര സെൻ പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കാൻ സഹായിച്ച നവോത്ഥാന നായകൻ ആര്? കേശവ് ചന്ദ്ര സെൻ ആണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കാൻ സഹായിച്ച നവോത്ഥാന നായകൻ. പ്രാർത്ഥനാ സമാജമാണ് മൂന്നാമത്തെ പോയിന്റ്. പ്രാർത്ഥനാ സമാജം അറിയപ്പെട്ട മറ്റൊരു പേരാണ് പ്രയർ സൊസൈറ്റി. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വർഷം ഏതാ? 1867. 1867 പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ആരാണ്? പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ആരാണ്? ആത്മാറാം പാണ്ഡുരംഗ്. ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ. പ്രാർത്ഥനാ സമാജത്തിന്റെ മറ്റു നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ MG റാനഡെ, RG ഭണ്ഡാർക്കർ. MG റാനഡെ, RG ഭണ്ഡാർക്കർ എന്നിവരാണ് പ്രാർത്ഥനാ സമാജത്തിന്റെ മറ്റ് നേതാക്കൾ. അപ്പൊ പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗ്. വർഷം 1867. അത് നാലാമത്തെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് ആനി ബസന്റിനെ കുറിച്ചാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ വനിതയാര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ വനിത ആനി ബസന്റ്. ആദ്യത്തെ ഇന്ത്യൻ വനിത ചോദിച്ചാൽ അത് സരോജിനി നായിഡു. ആദ്യത്തെ വനിതയാണ് ആനി ബസന്റ്. ആനി ബസന്റ്. ആനി ബസന്റ് എന്നാണ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത്? 1893. 1893 ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത്. മദ്രാസിലെ അടയാർ കേന്ദ്രീകരിച്ച് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആനി ബസന്റ് ആണ്. മദ്രാസിലെ അടയാർ കേന്ദ്രീകരിച്ച് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ആനി ബസന്റ്. ആനി ബസന്റ് ആണ്. ഓർക്കുക. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നതും ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. ഓക്കെ, അപ്പോൾ 4 സ്റ്റേറ്റ്മെന്റ്, 4 കാര്യങ്ങൾ, അതിന്റെ ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തീവ്രവാദത്തിന്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ഇതിൽ ഏതൊക്കെ വസ്തുതകളാണ് ശരിയായിട്ടുള്ളത്? ഇവിടെ തന്നിരിക്കുന്നതിൽ 1, 2, 4 ശരിയായിട്ടുള്ളത്. ആദ്യത്തെ വസ്തുത, ബ്രിട്ടീഷ് ഭരണത്തിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയൽ. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു. സമകാലിക അന്താരാഷ്ട്ര സ്വാധീനം. അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയൽ, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി തകരുന്നു, സമകാലിക അന്താരാഷ്ട്ര സ്വാധീനം എന്നിവയാണ് തീവ്രവാദത്തിന്റെ ഉയർച്ചയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. തീവ്ര ദേശീയതയുടെ കാലഘട്ടം. അപ്പൊ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം 3 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. ഏതൊക്കെ? അല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായി തരംതിരിക്കാം. എങ്ങനെയൊക്കെ? മിതവാദ ദേശീയതയുടെ കാലഘട്ടം,
തീവ്ര ദേശീയതയുടെ കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം. മിതവാദ ദേശീയതയുടെ കാലഘട്ടം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം എന്നിങ്ങനെ 3 തരത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ തിരിക്കാം. ഇതിൽ തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവായി കണക്കാക്കപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക്, ലോക്മാന്യ ബാലഗംഗാധര തിലക്. സ്വാതന്ത്ര്യ സമരത്തിന്റെ 2ാം ഘട്ടമായിരുന്നു തീവ്ര ദേശീയതയുടെ കാലഘട്ടം. ആദ്യത്തെ ഘട്ടം മിതവാദ ദേശീയതയുടെ കാലഘട്ടമായിരുന്നു. 1885 മുതൽ 1905 വരെ, 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം മിതവാദ ദേശീയ നേതാക്കൾ ആരൊക്കെയായിരുന്നു, അല്ലെങ്കിൽ മിതവാദികൾ ആരൊക്കെയായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു മിതവാദ രാഷ്ട്രീയത്തിലെ പ്രധാന നേതാക്കൾ. ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി, ദാദാഭായ് നവറോജി. അത് കഴിഞ്ഞിട്ട് 2ാം ഘട്ടമായിരുന്നു തീവ്രവാദ രാഷ്ട്രീയത അല്ലെങ്കിൽ തീവ്രവാദ ദേശീയതയുടെ കാലഘട്ടം. തീവ്രവാദ ദേശീയതയുടെ പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. ഈ കൂട്ടുകെട്ട് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ലാൽ പാൽ ബാൽ അല്ലെങ്കിൽ ലാൽ ബാൽ പാൽ എന്ന കൂട്ടുകെട്ടാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ കുറിച്ചുള്ള വസ്തുതകൾ. ഇതിൽ ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണ്? ഈ തന്നിരിക്കുന്ന എല്ലാ വസ്തുതകളും ശരിയാണ്. ആദ്യത്തേത്, ഡ്യുവൽ ഗവൺമെന്റ് എന്ന് വിളിക്കപ്പെടുന്ന ഭരണ സംവിധാനവുമായി ബ്രിട്ടീഷുകാരുടെ ആദ്യ കൂട്ടുകെട്ട്. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം 1774 സർ എലീജ ഇംബെ ചീഫ് ജസ്റ്റിസായി സുപ്രീം കോടതി സ്ഥാപിതമായി. പിറ്റ്സിന്റെ ഇന്ത്യ ആക്ട് 1784 പ്രധാനമായും ലണ്ടനിലെ കമ്പനിയുടെ ഹോം ഗവൺമെന്റിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. 1813 ചാർട്ടർ ആക്ട് വഴി കമ്പനിക്ക് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിന്റെ കുത്തക നഷ്ടപ്പെട്ടെങ്കിലും ചൈനയുമായുള്ള വ്യാപാരത്തിന്റെയും തേയില വ്യാപാരത്തിന്റെയും കുത്തക തുടർന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്തിനെ പറ്റിയൊക്കെയാ പറഞ്ഞേക്കുന്നത്? റെഗുലേറ്റിംഗ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട്, ചാർട്ടർ ആക്ട് എന്നിവയെ പറ്റിയാണ് പരാമർശിച്ചിരിക്കുന്നത്. റെഗുലേറ്റിംഗ് ആക്ട് വർഷം 1773. ഈ റെഗുലേറ്റിംഗ് ആക്ടിന്റെ പ്രത്യേകത എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമം ഏത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. കൽക്കട്ട സുപ്രീം കോടതി സ്ഥാപിതമായ വർഷം 1774. കൽക്കട്ട സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എലീജ ഇംപെ. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ഓഫ് ബംഗാൾ എന്നത് എന്താക്കി മാറ്റി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റി. അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ട് നിയമിതനായത് ആര്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി കൽക്കട്ടയിൽ സ്ഥാപിക്കാൻ കാരണമായ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏതാണ്? റെഗുലേറ്റിംഗ് ആക്ട് 1773. റെഗുലേറ്റിംഗ് ആക്ട് 1773. അടുത്തത് പിറ്റ്സ് ഇന്ത്യ ആക്ട്. വാണിജ്യപരവും രാഷ്ട്രീയവുമായ ദ്വിതല ഭരണരീതി, അതായത് ഡബിൾ ഗവൺമെന്റ് നടപ്പിലാക്കാൻ പ്രേരിതമായ ആക്ട്, നിയമം ഏതാണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ്. പിറ്റ്സ് ഇന്ത്യ ആക്ട്. അപ്പൊ വാണിജ്യപരവും രാഷ്ട്രീയവുമായ ദ്വിതല ഭരണരീതി, അതായത് ഡബിൾ ഗവൺമെന്റ് നടപ്പിലാക്കാൻ പ്രേരകമായ നിയമം ഏത്? പിറ്റ്സ് ഇന്ത്യ ആക്ട് വർഷം 1774. ഇന്ത്യയിലെ കമ്പനിയുടെ ഭരണത്തിലും കമ്പനിയുടെ കാര്യങ്ങളിലും പൂർണ്ണ നിയന്ത്രണം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ കൊണ്ടുവന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാലും പിറ്റ്സ് ഇന്ത്യ ആക്ട് 1774 ആണ്. 1774 പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? വില്യം പിറ്റ് ആയിരുന്നു പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വില്യം പിറ്റ്. ഇപ്പൊ റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ചോദിച്ചാൽ ലോർഡ് നോർത്ത് ആണ്. ലോർഡ് നോർത്ത്. അടുത്ത ചാർട്ടർ ആക്ട് ആണ്. ചാർട്ടർ ആക്ട് ചൈനയുമായുള്ള തേയില, കറുപ്പ് വ്യാപാരം എന്നിവയൊഴികെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തകാവകാശം ഔദ്യോഗികമായി നിർത്തലാക്കാൻ കാരണമായ നിയമം ഏത് എന്ന് ചോദിച്ചാൽ ചാർട്ടർ ആക്ട് ആണ്. ചാർട്ടർ ആക്ട്.
അപ്പൊ ആ പോയിന്റ് ശ്രദ്ധിക്കുക. ചൈനയുമായുള്ള തേയില, കറുപ്പ് വ്യാപാരം എന്നിവ ഒഴികെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തകാവകാശം ഔദ്യോഗികമായി നിർത്തലാക്കാൻ കാരണമായ നിയമം ഏത്? ചാർട്ടർ ആക്ട് 1813. ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 1813 ചാർട്ടർ ആക്ട് വഴി കമ്പനിക്ക് ഇന്ത്യയുമായുള്ള വ്യാപാര കുത്തക നഷ്ടപ്പെട്ടെങ്കിലും, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്, ചൈനയുമായുള്ള തേയില, കറുപ്പ് വ്യാപാരം എന്നിവ ഒഴികെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തകാവകാശം ഔദ്യോഗികമായി നിർത്തലാക്കാൻ കാരണമായി ഏത് നിയമം? ചാർട്ടർ ആക്ട് 1813. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാം കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നന്നായിട്ട് തന്നെ നോക്കി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.